testimony. What an amazing, wonderful God we have. ഇത്ര അതിശയകരമായ ഒരു സാക്ഷ്യത്തിനാണ് നമ്മൾ ഇന്ന് കാതോർത്തിരുന്നത്, കേട്ടത്. ആ ദൈവവും എത്ര അതിശയവാനായ ഒരു ദൈവമാണ് നമ്മുടേത്. What it reminds us again is we have a God who is involved in our situation. Whatever you're going through, not just Brother Gunashilan's brother's life, not just his father's life, in every one of our lives, whatever we are going through, God is involved. He is the same yesterday, today, and forever. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഏത് സാഹചര്യത്തിലായിരിക്കുന്നു, എത്രമാത്രം ദുർഘടമായ ഒരു സാഹചര്യം ആയിക്കൊള്ളട്ടെ, അവിടെ എല്ലാം നമ്മുടെ ദൈവം നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. And so let's continue expecting from the Lord through this time we are going through, peculiar times we are going through because of this COVID, but God is a God of miracles, and distance is no problem for him. Distance, as Brother Gunashilan mentioned, distance is no problem, and being away is no problem. You can go into the presence of the Lord and receive help in your time of need. നമ്മുടെ ദൈവത്തിന് അകലം എന്ന് പറയുന്ന ഒരു സാഹചര്യമേ ഇല്ല. നമുക്ക് ഏത് നിമിഷവും അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. നമ്മളോടൊപ്പം അവന് എപ്പോഴും ഉണ്ട്. നമ്മളെ അവൻ എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം സഹായിക്കുന്നു. And so I want to take your attention to the book of Acts this morning. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെല്ലാവരെയും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. Through the past 2 or 3 months, I, along with Aaron, have been studying this book because we are studying it in the school. കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാനും ആരനും ഈ അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങള് സ്കൂളിൽ അതിനൊരു സാഹചര്യമുണ്ട് ഒരുമിച്ചായതുകൊണ്ട്. And I have actually been quite challenged personally through this book, and it's been an amazing time. വാസ്തവം പറഞ്ഞാല് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്നെ ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് ഉയർത്തിയിട്ടുള്ളതാണ്. And so I'm going to be looking at in the next 3 weeks through the book of Acts. വരുന്ന 3 ആഴ്ച കാലത്തെ ആരാധനകളിലൂടെ നമ്മള് അപ്പോസ്തല പ്രവൃത്തികളിലൂടെ ഒന്ന് യാത്ര ചെയ്യുന്നു. And the first message that we'll be looking at is that we are going to be looking at the Church of Jesus Christ. അതിന്റെ ആദ്യ പടിയായിട്ടുള്ള ഇന്നത്തെ മെസ്സേജില് നമ്മള് യേശുക്രിസ്തുവിന്റെ സഭ എന്ന കാര്യത്തിലേക്കായിരിക്കും ശ്രദ്ധ വെക്കുന്നത്. And the second week we'll be looking at how the ministry of the Holy Spirit is essential for our walk with God. രണ്ടാമത്തെ ആഴ്ചയില് പരിശുദ്ധാത്മാവിന്റെ ആ ശുശ്രൂഷ നമുക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ള ആ നടപ്പിന് എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യമായിരിക്കും നോക്കുന്നത്. And the third week we'll be looking at a couple of passages in the book of Acts. മൂന്നാമത്തെ ആഴ്ചയില് അതുപോലെ തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ ചില പാസേജുകൾ എടുത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. Today we'll be looking at 5 lessons that we learn from the book of Acts. ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ 5 പാഠങ്ങളാണ്. And when we look through the book of Acts, usually we think of the book of Acts as something it is given to us to imitate. I mean, we need to actually, follow these things. These are the patterns set before us, many people think. നമ്മൾ പലരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികള് നമുക്കൊരു മാതൃകയായിട്ട് മാറി അവിടെ എങ്ങനെയാണോ ശിഷ്യന്മാര് പ്രവർത്തിച്ചത് അതേ മട്ടിലൊരു പ്രവർത്തനം നാം വെക്കാൻ ബാധ്യസ്ഥരാക്കുന്ന ഒരു കൃതി, ഒരു പുസ്തകം എന്നുള്ള നിലയിലാണ് ഇതിനെ നമ്മൾ പലരും നോക്കിക്കാണുന്നത്. But when we look at Hebrews chapter 13 verse 7, എബ്രായ ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കുമ്പോൾ it says, remember those who led you, who spoke the word of God to you, and considering the result of their conduct, imitate their faith. Hebrews 13:7. Hebrews 13:7.
ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. Very often when we look at people of faith, we look at their conduct and we imitate their conduct. നമ്മള് പലപ്പോഴും ഈ വിശ്വാസ വീരന്മാരായ ആളുകളെ നോക്കുമ്പോഴേ നമ്മൾ പലപ്പോഴും അവരുടെ സ്വഭാവത്തെ നമ്മൾ അനുകരിക്കാറുണ്ട്. If they fasted for 10 days, then we also fast for 10 days. അവർ 10 ദിവസം ഉപവസിക്കുന്നത് കണ്ടാല് നമ്മളും 10 ദിവസത്തേക്ക് ഉപവസിക്കും. That's not what the Bible says in Hebrews 13:7. അങ്ങനെ ആരെയും അനുകരിക്കാനല്ല ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ട ഈ വാക്യത്തിലൂടെ നമ്മളോട് പറയുന്നത്. It says, look at their conduct and imitate their faith. അവരുടെ വിശ്വാസത്തെ അനുകരിക്കാനാണ് ഇവിടെ പറയാം. അവരുടെ ആ സ്വഭാവത്തെ കണ്ടുകൊണ്ട് അവരുടെ വിശ്വാസത്തെ അനുകരിക്കുക. So when we look at the book of Acts, the question we need to ask the Lord is, Father, I see you have led your church in a particular way. From this, what are you telling me to do? It has to come out of your personal relationship and walk with the Lord. അപ്പം ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തില് നമ്മള് ദൈവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ദൈവമേ, അങ്ങ് എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഇവിടെ വർത്തിക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഉയരണം. So when we study the scriptures, you study what is there, and then you're asking the Lord, Lord, in the light of this truth, in the light of your dealings with your people in the past, what should I be doing? So the Bible becomes applied personally for you in the 21st century. നമ്മൾ ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ഭാഗത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഞാനും അങ്ങ് അവിടുന്നുമായിട്ടുള്ള ബന്ധം, അതുപോലെ എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് നാം ദൈവത്തോട് ചോദിക്കുകയും അങ്ങനെ നമുക്ക് കിട്ടുന്ന ബോധ്യത്തിലൂടെ ബൈബിൾ സത്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ ദൈവം സഹായിക്കും. And we pray, please. നമുക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കാം. Father, as we study your word, കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ പഠിക്കുന്ന ഈ വേളയില്, Lord, help us to hear your spirit, your voice. കർത്താവേ, അവിടുത്തെ സ്വരം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. May the Holy Spirit minister to our hearts. പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിവർത്തിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. And help us to see Jesus more and more and more. യേശുവിനെ കൂടുതലായിട്ട് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to understand why you gave to us the book of Acts. എന്തുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നൽകി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Through the scriptures, we have passages which teach us the will of God and the understanding of the cross, and passages like this, we call it doctrine. വേദപുസ്തകത്തില് നമുക്ക് ദൈവഹിതം എന്തെന്ന് പറഞ്ഞു തരുന്നതായിട്ടും അതുപോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ദൈവികമായ സിദ്ധാന്തങ്ങൾ, തത്വങ്ങൾ, ദൈവിക തത്വങ്ങൾ എന്നുള്ള നിലയിലാണ് അതിനെ നമ്മൾ കാണുന്നത്. They are foundational teachings on which we stand, the church stands. നമ്മുടെ സഭ നിലകൊള്ളുന്ന ആ അടിത്തറയാണ് അവയൊക്കെ. ആ അടിത്തറമേലാണ് സഭ നിലകൊള്ളുന്നത്. So there are passages like that. അങ്ങനെയുള്ള ഒരുപാട് വേദപുസ്തക ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. But another way of looking at scripture is looking through the experiences and seeing how God dealt with their lives, and from that receiving what we need for our daily walk. മറ്റൊരു രീതിയിൽ നമുക്ക് വേദപുസ്തകത്തെ നോക്കി കാണാൻ സാധിക്കും. അവിടെ എങ്ങനെ ഓരോ വേദപുസ്തകത്തിലെ ഓരോ വ്യക്തികളും ഒരു പ്രത്യേക സാഹചര്യം നേരിട്ടപ്പോൾ ദൈവം എങ്ങനെ അവരോട് ഇടപെട്ടു, അതിൽ നിന്ന് ഉള്ള മർമ്മങ്ങളെ നമുക്ക് സാംശീകരിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തുവാനും സാധിക്കും. This message today is part of the second type. We are going to look at the life of the church, and we are going to see how God dealt with them and how we need to understand our life today in the light of the book of Acts.
ഇന്ന് നമ്മുടെ ഇന്നത്തെ ഈ മെസ്സേജിലൂടെ ആ രണ്ടാമത് പറഞ്ഞ രീതിയിൽ നമ്മുടെ വേദപുസ്തകത്തിലെ വിശ്വാസ വീരന്മാരുടെ സാഹചര്യങ്ങളെയും അവരതിനെ നേരിട്ട രീതികളെയും കുറിച്ച് മനസ്സിലാക്കി അതുവഴി നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ പകർത്താം എന്നുള്ള കാര്യത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ആനയിക്കുന്നത്. First, we're going to look at Acts chapter 1, verse 6. So, if Anita can read that. നമുക്ക് എന്നാ അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. 7 കൂടെ വായിച്ചോട്ടെ. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. Thank you. Here we find that the disciples had not totally understood what Jesus' plan was. ഈ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് എന്താണ് കർത്താവിന്റെ പദ്ധതികൾ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ല. Even though he had taught them 3.5 years, 3.5 വർഷക്കാലത്തോളം തന്റെ ശിഷ്യന്മാരെ ക്രിസ്തു പഠിപ്പിച്ചുവെങ്കിലും, even though they had witnessed the resurrection, കർത്താവിന്റെ ഉയർപ്പിന് അവർ സാക്ഷികളായി എങ്കിലും, in this passage, in the verses before, it says, for a period of 40 days, he taught them also concerning the kingdom of God. അതിനുശേഷം 40 ദിവസത്തോളം അവൻ അവരെ പഠിപ്പിച്ചു എന്ന് നമ്മളിവിടെ വായിച്ചു കാണാം. But they still had not understood what was going to happen. എന്നാലും ഇനി വരുവാനുള്ളത് എന്തെന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. Now, this is the first point that I am going to share with you, because this whole thing carries on right through the book of Acts. ഇത് തന്നെയാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹം. കാരണം ഈ കാര്യം ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉടനീളം വീണ്ടും വീണ്ടും നമുക്കത് കാണുവാൻ സാധിക്കും. The first point I want to share is the early church was not perfect in understanding nor in life. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, അത് ഞാൻ പറയട്ടെ. നമ്മുടെ ആദിമ സഭ ആ കർത്താവിന്റെ പദ്ധതികളെ കുറിച്ചുള്ള ധാരണകളിൽ പരിപൂർണരായിരുന്നില്ല. Nor in their life were they perfect. അവരുടെ ജീവിതത്തിലും അവര് പരിപൂർണരായിരുന്നില്ല. Because when you go through the book of Acts, you find situation after situation where there were issues and problems in their life. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഈ പുസ്തകത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ പലതരം ജീവിത മുഹൂർത്തങ്ങളിൽ ഇവരെ അതിനോട് പ്രതികരിക്കുന്നത് അത് കാണുമ്പോൾ നമുക്കറിയാം പൂർണ്ണമായ അവരാരും പൂർണ്ണരല്ല. Now, most of us, because we don't understand about the timing of the books and all that, we think Acts of the Apostle must have been the first book written before the epistles. No, 1 Thessalonians was written before Acts. പലപ്പോഴും നമുക്ക് ഈ ബൈബിളിലെ പുസ്തകത്തിന്റെ ഓരോ ബുക്കുകളുടെയും ക്രമം അനുസരിച്ചായിരിക്കാം അത് എഴുതിയെന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ വന്നിരിക്കാം. അങ്ങനെയല്ല, അപ്പോസ്തല പ്രവൃത്തികൾക്ക് മുന്നേ എഴുതിയാണ് തെസ്സലോനിക്കർ. അപ്പൊ അങ്ങനെ ഒരു ക്രമാനുഗതമായിട്ടല്ല ഈ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാൻ പാടില്ല. So 1 Thessalonians, when you look at it, that is the first book we have in the New Testament, actually before even the Gospels, and you find that they had all type of wrong understanding. അങ്ങനെ ആദ്യമേ എഴുതപ്പെട്ടതായ 1 തെസ്സലോനിക്കർക്കുള്ള ലേഖനത്തിൽ തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ നമുക്ക് അവിടെ പറയുന്നത് തിരുത്തപ്പെടുന്നതും കാണാം. 1 Corinthians was also a book which was written very early, and you find that in the Corinthian church there were a lot of problems. അതുപോലെ 1 കൊരിന്ത്യർക്കുള്ള ലേഖനം നോക്കിയാൽ അതും വളരെ ആദ്യമേ തന്നെ എഴുതപ്പെട്ടതാണ്. അവിടെയും ആ സഭയിലും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. So we begin to see, very often there are a lot of people, even I had this impression, we need to become like the early church. But in the early church, there were a lot of issues and a lot of problems. It was not a perfect church like many of us think. നമ്മൾ പലരും ആഗ്രഹിച്ചു പോകാറുണ്ട്, നമുക്ക് ആദിമസഭയെ പോലെ ആകത്തില്ലേ. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു ആദിമ സഭയിൽ. In the Corinthian church, there were divisions. കൊറിന്ത്യയിലെ സഭയില് അവരുടെ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. There are problems in marriage.
വിവാഹ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Divorcing, wanting the divorce. വിവാഹം വേർപെടുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Man living with his own stepmother in the church. തന്റെ വളർത്ത് അമ്മയായിട്ട് ജീവിക്കുന്ന ഒരു പുരുഷനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. സഭയിൽ അംഗമാണ്. Problems within the Lord's Supper, in worship, in various things. അതുപോലെ കർത്തൃമേശയെ സംബന്ധിച്ചും ആരാധനയെ സംബന്ധിച്ചും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. In 1 Thessalonians, they felt that Lord had come and gone away already. 1 തെസ്സലോനിയയില് കർത്താവ് വന്ന് പോയി എന്ന് തന്നെ അവര് വിചാരിക്കുന്നുണ്ട്. And then, there were some people who are unruly and who are not, even in 1 Thessalonians itself, you find that there are people who are not working. അതുപോലെ യാതൊരു അനുസരണയും ഒന്നുമില്ലാതെ അക്രമാസക്തരായ ജനത്തെ നമുക്ക് 1 തെസ്സലോനിയയിൽ കാണാം. Okay, and we find that there are people. I'm sorry, I'm putting the earplug on because there's some work going on nearby. So we find that there are people who did not totally understand everything. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ എല്ലാ കാര്യങ്ങളെയും അതേപോലെ മനസ്സിലാക്കാൻ സാധിക്കാത്തവരായ ഒരുപാട് ആളുകൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. Why is this so? We say, hey, they were filled with the Holy Spirit and they should be, amazing, and they must have been perfect. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? പരിശുദ്ധാത്മാവ് നിറവിൽ ഉണ്ടായിരുന്ന ഒരു സഭയാണ് ആദിമസഭ. അപ്പൊ അവരിൽ ഇത് എങ്ങനെ സംഭവിക്കും? ഇത് അസാധ്യമാണ്, വിശ്വസിക്കാനാവുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോവാം. Let me tell you, the second message that I'm going to speak next Sunday is about the work of the Holy Spirit and the essential nature of the Holy Spirit and how the Holy Spirit led them in everything. So wait till next week to find out all the things about how the Holy Spirit led the church. But അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അവരെ ഇടപെട്ടത്, അവരെ എങ്ങനെയാണ് നയിച്ചത്, അവരെ എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ നിറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച വിശദമായിട്ട് കേൾക്കാവുന്നതായിരിക്കും. But we need to understand that in the early church, around the time when the book of Acts was written, they did not have the New Testament. They were just beginning to understand what Jesus had taught them. They were just growing. They were just coming to know the truth. എന്നാൽ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ കാലത്ത് നമ്മൾ ഓർക്കണം, അവരുടെ മുമ്പിൽ ഒരു പുതിയ നിയമം ഇല്ല. അന്ന് അത് അങ്ങനെ ക്രോഡീകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആദ്യമായിട്ട് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയും അതിനെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളുമാണ് നമ്മൾ അവിടെ കാണുന്നത്. Now, Gunashilan just talked about his father was reading the Bible and every day. But imagine someone decide to follow the Lord and you don't have a New Testament to read. You only have the Old Testament. Their understanding will not be perfect. That is what is happening in the New Testament in this time. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ കേട്ട ബ്രദർ ഗുണശീലൻ പറഞ്ഞു തന്റെ പിതാവ് ഇപ്പോൾ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നു. പക്ഷെ നോർത്ത് നോക്കാം, ഈ ആദിമ ക്രിസ്ത്യാനികൾക്ക് അവർക്ക് വേദപുസ്തകം എന്ന് പറയുമ്പോൾ പഴയ നിയമമേ ഉള്ളൂ. അതിലേക്കാണ് അവർക്ക് പോകാൻ സാധിക്കുക. അല്ലാതെ പുതിയ നിയമം നമുക്ക് ലഭ്യമായതുപോലെ ഇല്ലായിരുന്നു. So they've come out of darkness. But how do I live the Christian life? How should I walk in the right way? For most of us, how do we lead Christian life? We read in the New Testament, most of it, But, for the early Christians, they did not have the New Testament yet. അവർക്ക് ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരാൻ സാധിച്ചെങ്കിലും ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് അവരെ പഠിപ്പിക്കുവാനും അവർക്ക് കൂടുതൽ ബോധ്യങ്ങൾ നൽകുവാനുമുള്ള നമുക്ക് ലഭ്യമായതുപോലെ ഒരു പുതിയ നിയമം അവർക്ക് ഇല്ലായിരുന്നു. Jesus had told them, when the Holy Spirit comes, he will guide you into all the truth. യേശു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും, അവൻ നിങ്ങളെ നയിക്കുമെന്ന്. Right through the book of Acts, you find that they're learning new things. We'll come across this later in the message. It is a process. It is a journey. They were learning to listen to the Holy Spirit. They were learning from the apostles. They were writing from the writing of the apostles. They were learning how the Old Testament was real to them now. അപ്പോസ്തല പ്രവൃത്തിയിൽ ഉടനീളം നാം കാണുന്നത് ആദിമ സഭയിലെ അവരെങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിൽ നടക്കാൻ അവർ പഠിക്കുന്നു. അപ്പോസ്തലന്മാരിൽ നിന്നും കേട്ട് പഠിക്കുന്നു. അവരിൽ നിന്ന് അവരെ മാതൃകയാക്കി അവരെ കണ്ടും കേട്ടും എങ്ങനെ വേണം ഒരു ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അവർ പഠിച്ചു വരികയാണ്. ഓരോ ഘട്ടത്തിൽ ഉടനീളം പഠിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്.
Let me remind you, brothers and sisters, even today, when we come to know the Lord, none of us is perfect. Even after 1 year, 2 years, 10 years, we are still in the process. God is still teaching us, guiding us through the Word, through the Holy Spirit, on how we need to walk with the Lord. എന്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ. നമ്മുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു, 1 വർഷമായിക്കൊള്ളട്ടെ, 2 10 വർഷമാട്ടെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉടനീളം ദൈവം തന്റെ വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമ്മെ എങ്ങനെയാണ് ഒരു ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. If we reflect about this, we begin to think about, is there a perfect church? No, there is no perfect church. നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോ ഒരു പൂർണ്ണതയുള്ള ഒരു സഭ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങുമില്ലാന്നേ പറയാൻ പറ്റും. We are all learning. കാരണം നമ്മളെല്ലാം അനുദിനം കൂടുതലായിട്ട് ഇത് അറിവ് പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Some of us have understood certain truths in a greater measure. നമ്മിൽ ചിലർ ചില മർമ്മങ്ങളെ കൂടുതൽ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാവാം. But some other truths, we may not have understood that. പക്ഷെ അവർക്ക് മറ്റു ചില മർമ്മങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. You see, we may all be very judgmental in looking at other people. നമ്മുടെ ഒരു കാര്യം എടുത്താല് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അവരെ വിധിച്ചു കളയും. This week, I spoke something judgmental about someone. ഈ ആഴ്ചയിൽ ഞാൻ ഒരാളെ വിധിച്ച് സംസാരിക്കേണ്ടി വന്നു. But I had to say, sorry, that what I said was wrong. എന്നാൽ അതെനിക്ക് മനസ്സിലായ നിമിഷം തന്നെ ഞാൻ അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞു, തെറ്റിപ്പോയെന്ന് പറഞ്ഞു. You see, we need to begin to look at the book of Acts and see that we are all growing. The Lord is teaching, taking all of us into the fullness of the truth, the fullness of the life in Jesus. അപ്പൊ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ അനുദിനം കൂടുതലായിട്ട് അറിവ് നേടുകയാണ്. ദൈവം നമ്മളെ ആ പൂർണ്ണതയിൽ, ആ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് ഓരോ ദിവസവും നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. These very apostles who asked them, are you going to restore the kingdom of Israel now? After some time they understood and they preached and they taught what is the right truth. ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കുവാൻ അങ്ങ് പോവുകയാണോ എന്ന് ചോദിച്ച അതേ ശിഷ്യന്മാർ, അവർക്ക് ആ സത്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ അവരെ യേശുക്രിസ്തു ഉദ്ദേശിച്ചതായ പഠിപ്പിച്ചതായ തത്വങ്ങളിലേക്ക്, ക്രിസ്തീയ മർമ്മങ്ങളിലേക്ക് അവർ പോകുന്നത് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നു. So it will be good for us to keep in our mind that we need to look at one another with kindness, with sensitivity, and to make sure to be available so that others will understand the truth in a greater measure. അതുകൊണ്ട് നാം ആരെയും വിധിക്കാതെ പരസ്പരം സഹാനുഭൂതിയോട് കൂടി കാണുവാനും അതുപോലെ കൂടുതലായിട്ട് ഈ സത്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനും ഉള്ള ഒരു മനോഭാവത്തോടെ വേണം നാം ജീവിക്കേണ്ടത്. Now let's look at another verse. In Anita, can you read chapter 1 verse 7 and 8 please? 1-ാം അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ കൂടി നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. Okay, can Anita again 4-ാം അധ്യായം 18, 19, 20 ഒന്ന് വായിച്ചാട്ടെ. Chapter 4 18 to 20. പിന്നെ അവരെ വിളിച്ചിട്ട്, യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു.
Can you please read chapter 5, 27 to 32? 5:27 മുതൽ 32 വരെ. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുൻപാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. See, here the apostles, Jesus told the apostles that they will be witnesses in Jerusalem, in all Judea, Samaria, and to the end of the earth. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ ശമരിയയിലും ജെറൂസലേമിലും ഈ ലോകത്തിന്റെ അതിരുകളോളം തനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. We find that earlier on after the resurrection, the disciples were afraid and they had locked themselves up in the room. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാം. ഇത് കേട്ട അതേ ശിഷ്യന്മാര് തന്നെ കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത്. But when the Spirit of the Lord came upon them, എന്നാൽ പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞപ്പോൾ there was a drastic change in their life, in the life of the church. അവരിൽ വളരെ സമൂലമായ ഒരു മാറ്റമാണ് നമ്മൾ കാണുന്നത്. And I'll be talking more about that in the next message. അതിനെ കുറിച്ച് ഞാൻ അടുത്ത പാസേജിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നതായിരിക്കും. But here I want to talk about what happened afterwards. എന്നാൽ പിന്നീട് എന്താണ് ഉണ്ടായെന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. That's point number 2. അതാണ് രണ്ടാമത്തെ പോയിന്റ്. The point number 1 was the early church was not perfect in understanding nor in their life. ഒന്നാമത്തെ പോയിന്റ്, ആദിമ സഭ അവരുടെ സഭയിലെ അവരുടെ വേദപുസ്തകത്തെ കുറിച്ചുള്ള അറിവിൽ അല്ലെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള അറിവില് പൂർണ്ണരല്ലായിരുന്നു, അവരുടെ ജീവിതത്തിലും പൂർണ്ണരല്ലായിരുന്നു. Number 2, രണ്ടാമതായിട്ട്, they boldly spoke the word of God and witnessed to the Lord Jesus and to salvation. രണ്ടാമതായിട്ട് അവര് വളരെ ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നതും യേശുവിന് സാക്ഷികളായി തീരുന്നതുമായിട്ടാണ്. I mean, you find this, Jesus said, you shall be my witnesses. And we find that they, the next, as soon as the Spirit of the Lord filled them, Paul is standing and Peter is standing and preaching in front of a large crowd in Jerusalem. നമ്മൾ പിന്നീട് കാണുന്നത് എന്താണ്? യാതൊരു ഭയാശങ്കകളും ഇല്ലാതെ വലിയ പുരുഷാരങ്ങൾക്ക് മുമ്പില് ദൈവവചനം പ്രസംഗിക്കുന്നത്, യേശുവിനെ പ്രസംഗിക്കുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. 3,000 people believed that day. അന്ന് 3000 പേരാണ് വിശ്വാസത്തിലേക്ക് ചേർന്നത്. And you begin to see, as we look through some verses, that when they heard the preaching of the apostles, they were convicted in their heart. നമ്മള് ചില വചനങ്ങൾ നോക്കിയാല് ഈ ശിഷ്യന്മാരുടെ ഈ പ്രസംഗം കേട്ടപ്പോൾ ആ കേട്ട പലരുടെയും ഹൃദയത്തിൽ കുത്തുകൊണ്ടു. See, in chapter 2 verse 37 it says, 2:37, when they heard this, they were pierced to the heart. 37 വാക്യം, രണ്ടാം അധ്യായത്തിന്റെ 37 വാക്യത്തിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി എന്ന് പറയുന്നു. In chapter 5 verse 33, അഞ്ചാം അധ്യായത്തിന്റെ 33 വാക്യം, it says, when they heard this is all the leaders of the Jews, they were cut to the quick. They were convicted of the sin. അവിടെ പറയുന്ന അവർക്ക് അവരുടെ പാപത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നു കേട്ടപ്പോൾ. See, when Stephen was preaching in chapter 7 verse 54, ഏഴാം അധ്യായത്തിന്റെ 54 വാക്യത്തില് സ്റ്റീഫൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ it says they were cut to the quick. There's a phrase that means they felt convicted. That's what the word means. Cut to the quick means they felt convicted in their hearts. അവിടെ അവരെ കേട്ടവരൊക്കെയും അവരുടെ ഹൃദയത്തില് അവർക്ക് മുറിവെ അവർ കുത്തുകൊണ്ട് അവർക്ക് അവരുടെ കുറവുകളെ കുറിച്ച് മനസ്സിലായി.
Right through the book of Acts, we find this. ഇത് നമുക്ക് ഈ അപ്പോസ്തല പ്രവർത്തിയിൽ ഉടനീളം നമുക്ക് ഇത്തരം ആ ബോധ്യങ്ങളിലേക്ക് ജനം വന്നു ചേരുന്ന കാണാൻ സാധിക്കും. The Ethiopian eunuch to whom Philip talked, എത്യോപ്യക്കാരനായ ഷണ്ടന്റെ കാര്യം, the Cornelius in chapter 10, 10-ാം അധ്യായത്തിലെ കൊർണേലിയസിന്റെ കാര്യം, the jailer in Philippian jailer in chapter 16, ആ 16-ാം അധ്യായത്തിലെ ആ കാരാഗൃഹ പ്രമാണിയുടെ കാര്യം എടുത്താലും, in chapter 13, the Gentiles, those who were not believers, those who were not Jews, how they were convicted and they came to know the 13-ാം Lord. അധ്യായത്തിലെ ജാതികളുടെ കാര്യം എടുത്ത് നോക്കുക. Chapter 17, 11 and 12, the people in Berea, how they searched the scriptures and they were convinced this was the truth. അതുപോലെ ബെരോവയിലെ ജനങ്ങള് അവരെങ്ങനെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി മാറി എന്നുള്ളത്. So what do we see here? It's very interesting. ഇതിലൂടെ എല്ലാം എന്താണ് നമ്മൾ ഇവിടെ കാണുന്നത്? വളരെ അതിശയകരമായ കാര്യമാണല്ലോ. They spoke the word of the Lord and God gave conviction of sin. ശിഷ്യന്മാര് ദൈവവചനം പ്രസംഗിക്കവേ തന്നെ ദൈവം ആ കേട്ടു നിന്ന എല്ലാവരുടെയും ഹൃദയത്തില് ബോധ്യങ്ങൾ കൊടുത്തു. Unless we speak the word of the Lord, people will not be convicted. അപ്പൊ നമ്മൾ വചനം പ്രസംഗിക്കാതെ പറയാതെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഒരു ചലനവും ഉണ്ടാക്കത്തില്ല. So sometimes people may not receive it. ശരിയാണ്, കേൾക്കുന്ന എല്ലാവരും അത് സ്വീകരിക്കണമെന്നില്ല. When we look through, the next point is we will get a lot of difficulty. So when we speak, people will oppose it sometimes. നമ്മൾ പറയുമ്പോൾ അതിനെ എതിർക്കുന്നവരായിരിക്കും കൂടുതലും. But when we speak the word of God boldly, when we witness about the Lord Jesus Christ, that's the declaration of the gospel. That is our primary task. എന്നാൽ നമ്മുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവവചനത്തെ വളരെ ബോധ്യത്തോടു കൂടി, ധൈര്യത്തോടു കൂടി, ഉറപ്പോടു കൂടി പ്രസംഗിക്കുക എന്നുള്ളതാണ്. Witnessing and testifying about Jesus and his salvation is a primary task of the church in all time. യേശുവിനെ സംബന്ധിച്ചും അവനിലുള്ള രക്ഷയെക്കുറിച്ചും നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയും അത് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നതാണ് ഒരു സഭയുടെ പ്രാഥമികമായ കർത്തവ്യം എന്നുള്ളത്. And the apostles did it. അതാണ് ശിഷ്യന്മാര് ചെയ്തു വന്നത്. And therefore what happened? The church grew. അതുകൊണ്ട് എന്തുണ്ടായി? ആ സഭ നാൾതോറും വളർന്നുകൊണ്ടിരുന്നു. You see, it's very interesting. You can, I will just quickly say, we don't turn there. In chapter 2, verse 41, it says 3,000 people came to know the Lord. 2-ാം അധ്യായം 41 നമ്മൾ അങ്ങോട്ട് പോകണ്ട, 3000 പേരാണ് അവിടെ സഭയിലേക്ക് ചേർന്നത്. In chapter 2, verse 47, it says, Lord was adding to the number every day. തൊട്ട് പിന്നാലെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ദിവസവും 1000 കണക്കിന് പേര് സഭയിലേക്ക് ചേരുന്നതായിട്ടാണ് അവിടെ. Chapter 4, verse 4, it says 5,000 people believed. 4. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5000 പേര് വിശ്വാസത്തിലേക്ക് ചേർന്നതായിട്ട് കാണാം. 4000 പേരോട് ആദ്യം വന്നു അവിടെ. In chapter 5, verse 14, constantly Lord was adding to their number. 5:14. അത് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് തുടർമാനമായിട്ട് ദൈവം കൂടുതൽ ആളുകളെ സഭയിലേക്ക് ചേർത്തുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാം. In chapter 6, verse 7, many increased and Lord of priests also came to know the Lord. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ എണ്ണം വളരെയധികം വർദ്ധിക്കുകയും അതുപോലെ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ വിശ്വാസത്തിലേക്ക് വന്നതായിട്ടും കാണാം. In chapter 8, verse 14, the Samaritans came to know the Lord. People in Samaria. 8-ാം അധ്യായം വരുമ്പോഴത്തേക്ക് പുറത്തുള്ള സമരക്കാരും ഈ സഭ വിശ്വാസത്തിലേക്ക് വന്നതായിട്ട് കാണാം. Chapter 9, someone from Ethiopia. അതിനെല്ലാം പുറത്തേക്ക് പോയിട്ട് വിദേശത്തു നിന്നുള്ള ആളുകള്, അതായത് എത്യോപ്യയിൽ നിന്നുള്ള ആള് വരെ സഭയിലേക്ക് വരുന്നതായിട്ട് 9-ാം അധ്യായത്തിൽ കാണുന്നു. Peter in chapter 10, he talks to a Roman official, Cornelius. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ റോമാക്കാരനായ കൊർണേലിയസിനോട് പത്രോസ് സുവിശേഷം പറയുന്നത് കാണാം. When the missionaries set out in chapter 13, they spoke to so many towns. 13-ാം അധ്യായത്തില് മിഷണറിമാരെ പല പട്ടണങ്ങളിലും പോയി ആയിരക്കണക്കിന് പേരോട് കർത്താവിന്റെ സുവിശേഷം പറയുന്നതായിട്ട് കാണാം. And it goes from Asia into Europe also.
അത് പിന്നീട് അവിടവും കടന്ന് ഏഷ്യയിൽ നിന്ന് കടന്ന് യൂറോപ്പിലേക്കും അത് കടന്നു ചെല്ലുന്നു. So one of the main things that we see in the church, early churches, they boldly spoke the word of the Lord, and as they spoke, the Lord gave them increase, added to their number daily those who were being saved. ആദിമസഭയിലേക്ക് നാം നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വളരെ ധൈര്യത്തോടു കൂടി ഉറപ്പോടു കൂടി ദൈവവചനം പ്രസംഗിച്ചു. അത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായിട്ട് ആയിരക്കണക്കിന് പേര് ദിനം പ്രതി സഭയോട് ചേർന്ന് കൊണ്ടിരുന്നു. In looking at this second point, we need to ask ourselves, am I fearless as a witness to Jesus and his salvation? ഈ രണ്ടാമത്തെ പോയിന്റ് കേട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാന് കർത്താവിന്റെ രക്ഷയ്ക്കും യേശുക്രിസ്തുവിനും സാക്ഷിയാകാനുള്ള ആ ധൈര്യം, ആ ഒരു ഉറപ്പ് എനിക്കുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നാം നമ്മളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. I know personally, and most of us can say, we've had fear in talking in certain situations. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് പറഞ്ഞാല് നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ സുവിശേഷം ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാനുള്ള ധൈര്യക്കുറവുണ്ട്. We need to ask ourselves, why am I fearful? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭയം നമുക്കുള്ളതെന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. Maybe we'll get the answer next week, but God is going to, sometimes it's because we are not filled with the Spirit, sometimes it's because of other issues, but we need to ask the Lord, give me a spirit that is fearless, where I will be concerned about the eternity of my friends, my family members, about everyone God brings me in touch with. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളാകാം, മറ്റെന്തെങ്കിലും ഭയമായിരിക്കാം നമ്മളെ അതിൽ നിന്നും തടയുന്നത്. എന്തു തന്നെ ആയാലും നാം അത് നമ്മുടെ ദൈവത്തോട് ചോദിക്കണം, കർത്താവിനോട് ചോദിക്കുക. അതിലൂടെ അവന്റെ വെളിപ്പാടുകൾക്കായിട്ട് നാം കാത്തിരിക്കുക. So number one, the early church was not perfect in understanding all their lifestyle, but God still worked through them. ഒന്നാമതായിട്ട് നാം പറഞ്ഞത്, ആദിമസഭ ഒരു അപൂർണമായ സഭയായിരുന്നിട്ടും ദൈവം അവരിലൂടെ അത്യന്തം മഹത്വകരമായിട്ട് പ്രവർത്തിച്ചു. Number two, they boldly spoke the word of the Lord, and God added to their number. രണ്ടാമതായിട്ട് ആ അപൂർണമായ സഭ വളരെ ധൈര്യസമേതം ഉറപ്പോടുകൂടി അവർ ദൈവവചനം പ്രസംഗിച്ചു. ദൈവം ആ സഭയിലേക്ക് ദിനംതോറും ആളുകളെ ചേർത്തുകൊണ്ടിരുന്നു. Number three, മൂന്നാമതായിട്ട് can you read chapter 1 verse 8 and 8 verse 1? ഒന്നാം അധ്യായത്തിന്റെ 8-ാം വാക്യവും 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും നമുക്കൊന്ന് വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. 8-ന്റെ 1. അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. Okay, what we find here is God allowed certain situations to come upon them, difficulties to come upon them, so that they will begin to do his purpose. ഇവിടെ നമ്മള് ഈ 2 വചനം നോക്കുമ്പോഴും മനസ്സിലാകുന്നത്, ചില പ്രതിസന്ധികളെ ദൈവം ആ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ ദൈവത്തിൻ്റെതായ പദ്ധതിയിലേക്ക് അവരെ നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. Let me say something which is very important. ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തെ കുറിച്ചൊന്ന് പാടുമല്ല. The purpose of the church is not to establish the church. The purpose of the church is missions. അതായത് ഇന്ന് നമ്മൾ പലരും വിചാരിക്കുന്നത് പോലെ സഭകൾ സ്ഥാപിച്ചു പോവുക എന്നുള്ളതല്ല ഒരു സഭയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. മറിച്ച് but it's to be involved in the mission of the church, which is the great commission to take
the word forward and to make disciples of everyone. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അറ്റത്തോളം പോയിട്ട് ദൈവത്തിന്റെ ശിഷ്യന്മാരായിട്ട് മറ്റുള്ളവരെ ആക്കി തീർക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നമുക്ക്. One man of God who came to our church some years back said this. നമ്മുടെ സഭയില് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ദൈവദാസൻ ഇത് പറഞ്ഞിട്ടുണ്ട്. If you don't obey 1 verse 8, God will bring upon you 8 verse 1. നിങ്ങള് 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മേല് 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമായിരിക്കും ദൈവം വരുത്തി വെക്കുന്നത്. See, in 1 verse 8, Jesus told them, you should be my witness in Jerusalem, Judea, Samaria, and uttermost part of the earth. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് യേശു അവരോട് പറഞ്ഞതായിട്ട് പറയുന്നു, നിങ്ങള് യെരുശലേമിലും യൂദയായാലും അവിടം വിട്ട് സമരിയായാലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയണമെന്നുള്ള കാര്യം. But the apostles were stuck in Jerusalem. എന്നാല് ശിഷ്യന്മാർക്ക് യെരൂശലേമിന് പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല. They were there for many years. Chapter 8, Bible scholars they believe that by the time it came to chapter 8, it was almost 10 years. They were still in Jerusalem only. അവര് വർഷങ്ങളോളം ജെറുസലേമിൽ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പല വേദശാസ്ത്ര പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തില് ഈ 8-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ തന്നെ 10 വർഷത്തോളം സമയം എടുത്തിട്ടുണ്ടാവണം ശിഷ്യന്മാർ ജെറുസലേമിൽ തന്നെ തുടർന്നു. And so what happened? God allowed difficulties to come. അപ്പൊ എന്താണ് സംഭവിച്ചത്? അവര് പലയിടത്തേക്ക് ചിതറിപ്പോകാനായിട്ട് ദൈവം അവിടെ ഇടപെടുന്നു. For that a persecution came. അവിടെ പീഡനം ഉണ്ടായി. And when persecution came, then they scattered, and wherever they went, they shared the gospel. അങ്ങനെ അവര് ആ പീഡനത്തെ മഹോദ്രവത്തെയും തുടർന്ന് അവരെ അവിടെ നിന്ന് ഓടിപ്പോവുകയും അവരെ എവിടെയൊക്കെ ചിതറി ചെന്നോ അവിടെ എല്ലാം സുവിശേഷം പറയുവാൻ തുടങ്ങുകയും ചെയ്തു. So the church was, right from in Jerusalem itself, the apostles were threatened and persecuted. Peter and John and all of them went through a lot of problems. യെരുശലേമിൽ തന്നെ ഈ ശിഷ്യന്മാര് ഒരുപാട് പീഡനത്തിലൂടെ കടന്നുപോയി. And then Stephen was killed. സ്റ്റെഫാനോസ് കൊല്ലപ്പെട്ടു. And yet but the problem was they were stuck. എന്നാൽ അവർക്ക് യെരൂശലേമിന് പുറത്തേക്ക് പോകാൻ അപ്പോഴും സാധിച്ചില്ല. You see, in chapter 9 verse 31, it says that there was church throughout all Judea and Galilee enjoyed peace, being built up and going on in the fear of the Lord and the comfort of the Holy Spirit continued to increase. So the most of us, we are most happy with this verse, because if the church is peace and we are being built up, then we are very happy. 9-ാം അധ്യായത്തില് അവിടെ പറയുന്നുണ്ട്, ആ യെരൂശലേമിലും ശമര്യയിലും ഒക്കെ സഭയില് സമാധാനം നിലനിന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ നമ്മുടെ ധാരണ സഭയിൽ സമാധാനം ഉണ്ടായാൽ എല്ലാം തികഞ്ഞു എന്നുള്ള ഒരു ധാരണയാണ്. But they were not actually doing what God wanted them to do. എന്നാൽ നമ്മൾ ഓർക്കണം, അവരാരും ദൈവം അവരെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉദ്ദേശിച്ച ഒരു നിലവാരത്തിൽ വന്നിട്ടില്ല അതുവരെ അപ്പോഴും. You see, and so God allowed it. I don't think that God told Saul, go kill the Christians. No, but God allowed it so that his purposes will be fulfilled. എന്നാല് ദൈവം അവിടെ അവരുടെ ഇടയില് ചില കുഴപ്പങ്ങൾ ഉണ്ടാകുവാനായിട്ട് അനുവദിക്കുകയും അതിലൂടെ തന്റെ പദ്ധതികൾ നടപ്പിലാകുവാനുള്ള സാഹചര്യം ഉളവാക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. Our primary calling is to be witnesses, to share the word of God with other people. ദൈവവചനം മറ്റുള്ളവരായിട്ട് പങ്ക് വെക്കുന്ന സാക്ഷികളായി തീരുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ കർത്തവ്യം. And so when we go through problems, what actually happens is God will work all of that to fulfill his purposes. അപ്പൊ നാം മനസ്സിലാക്കണം, നമ്മളൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ദൈവം തന്റെ പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള മുഖാന്തരങ്ങളായിട്ട് അവയെ തീർക്കുകയാണ് ചെയ്യുന്നത്. And so we need to, really begin to see. I mean, it's an amazing testimony Brother Gunashilan shared, how through that sickness, the purpose of God was fulfilled in his father's life, in the family. നമ്മളിപ്പോ കേട്ട ബ്രദർ ഗുണശീലന്റെ ആ സാക്ഷ്യത്തില് വലിയൊരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സഹോദരന്റെ രോഗത്തിലൂടെ ദൈവം തന്റെ പദ്ധതി അവിടെ നടപ്പിലാക്കുന്നു, തന്റെ പിതാവിന് മാനസാന്തരം കൊടുക്കുന്നു. Now we may, some of us may be, maybe wondering, maybe praying, oh Lord,
bring someone to the Lord, bring someone to the Lord. At the same time, we'll say, oh Lord, do not let them go through any problem. But sometimes it's through problems that we come to know the Lord. നമ്മള് ചിലപ്പോൾ പ്രാർത്ഥിക്കും, ആളുകളെ ദൈവത്തിലേക്ക് കൂട്ടി വരുത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഇവിടെ എന്താ കാണുന്നത്? പ്രതിസന്ധികളിലൂടെ ദൈവം തന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. As the problems came, the gospel went to Samaria and all out Judea, and they scattered all around. Wherever they went, they were sharing the gospel. The plan of God, the will of God, the command of the Lord was being fulfilled through that problem. പ്രതിസന്ധികൾ ഉടലെടുത്തപ്പോഴൊക്കെ നാം കാണുന്നു സഭ കൂടുതൽ വളർന്ന് വികസിക്കുന്നതാണ്. ജെറുസലേമിൽ നിന്നും യൂദയയിൽ ശമരിയയിലേക്കും അങ്ങനെ ലോകമെമ്പാടും വളരുന്ന ആ ഒരു പ്രത്യേകമായ ഒരു പാറ്റേൺ ആണ് നമ്മൾ അവിടെ കാണുന്നത്. COVID-19 is a terrible thing. ഈ കോവിഡ് എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ ഒരു അസുഖമാണ്. But we understand that many people around the world are asking the questions they never asked before. What is life? What is the future? What is going to happen in the thing? A lot of people are searching for answers. Maybe through the problems, God may be giving us opportunities to share the word, the gospel, with people who may never have asked these questions before. എന്നാൽ ഈ രോഗം ഇങ്ങനെ പടർന്ന് പിടിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഉള്ളിലെല്ലാം പല ചോദ്യങ്ങൾ വരികയാണ്. എന്താണ് ഈ ജീവിതം? എങ്ങോട്ടാണ് ഈ പോക്ക്? എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? അപ്പൊ ദൈവം ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ദൈവത്തെ തേടുന്ന ഒരു ജനത്തെ ഇവിടെ ജനം ഉണ്ടായി വരുന്നതായിട്ടാണ് നാം കാണുന്നത്. Are we still stuck in our own place? Are we just comfortable, or are we willing to move out to share? അതോ മറ്റുള്ളവരോട് ഈ സുവിശേഷം പങ്കുവെക്കുവാൻ ധൈര്യവും ഉറപ്പുള്ളവരായിട്ടാണോ നാം മാറാൻ പോകുന്നത്? The church in Kerala particularly will need to be very serious about this, because we had the gospel come here in Kerala and Tamil Nadu 2000 years back, but we kept it to ourselves. The rest of India never heard it till people from abroad came bringing the gospel. ഈ ചോദ്യത്തില് കുത്തുകൊള്ളേണ്ടതാണ് കേരള സഭ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പേ ആ സമയത്ത് തന്നെ ഇന്ത്യയിലെ മറ്റേത് സ്ഥലത്തേക്കാൾ മുമ്പേ തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും ഈ ക്രിസ്തീയ വിശ്വാസം കടന്നു വന്നു. പക്ഷെ നാം അത് പങ്കുവെക്കാൻ തയ്യാറാകാതെ നമ്മിലേക്ക് തന്നെ അത് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. And people from outside the country came to share the gospel all through. എന്നാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ സുവിശേഷം എത്തിക്കുവാനായിട്ട് വിദേശികൾ ഇവിടെ കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടായി. Now we go to so that's the third point. The third point is that we may go through difficulties, but God uses them to bring us to his purposes. മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കൊണ്ടുവന്നാലും അവയൊക്കെയും തന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ടാണെന്ന് നാം കാണണം. So the fourth point to show that, I would like Anita to read chapter 11 verse 1, 2 and 3. ഒന്നാം അധ്യായത്തിന്റെ 11 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ. 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ജാതികളും ദൈവവചനം കൈക്കൊണ്ട് എന്ന അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. Okay, here the people among the church people itself, there were different groups among the early church. ആദിമസഭയില് പല ഗ്രൂപ്പിലുള്ള പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. There are some people who believed everyone should become a Jew before becoming a believer in the Lord Jesus, because Jesus is a Jewish Messiah. Jesus came to fulfill the promise of the Old Testament. So he is our Jewish Messiah. And everyone who believes in Jesus should become a Jew first. അവരിൽ ചിലർ ഇങ്ങനെയാണ് വിശ്വസിച്ചത്, യേശു മിശിഹയാണ്, യഹൂദന്മാരുടെ മിശിഹ ആയതുകൊണ്ട് യേശുവിലേക്ക് വരുന്ന എല്ലാവരും ആദ്യം യഹൂദരായി തീർന്നിട്ട് വേണം യേശുവിലേക്ക് കടന്നു വരാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. You see, many of you may not realize it, but at the beginning they never even told the gospel to non-Jews, only to Jews.
നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ആദിമസഭയിലെ യഹൂദരോട് മാത്രമാണ് അന്ന് അവരാദ്യം സുവിശേഷം പറയാം, മറ്റു പുറത്തുള്ളവരോട് ഒന്നും പറഞ്ഞിരുന്നില്ല. And for Peter to go and share with someone, God had to give him a vision of unclean animals coming down. 3 times he got the vision, and only through that vision Peter was willing to go to the home of Cornelius to share the gospel. യഹൂദർക്ക് പുറമേ ഉള്ളവർക്ക് അടുത്തേക്ക് സുവിശേഷം എത്തിക്കുന്നതിനായിട്ട് പത്രോസിന് പോലും 3 തവണ ഒരു ദർശനത്തിലൂടെ അത് ദൈവം പത്രോസിനെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു. വൃത്തിഹീനമായ മൃഗങ്ങളെല്ലാം കൂടി ഒരേ കൂട്ടമായിട്ട് തന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നതായിട്ടുള്ള ദർശനം 3 പ്രാവശ്യം കണ്ടതിന് ശേഷമാണ് കൊർണേലിയസിന്റെ അടുത്തേക്ക് പോകാൻ പത്രോസിന് സാധിക്കുന്നത്. In chapter 2, Peter said, repent and be baptized for the forgiveness of sin. When you do that, you will receive the gift of the Holy Spirit. 2-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നു. സ്നാനപ്പെടുക എന്ന് പറയുന്നു. And when you do that, you will receive the gift of the Holy Spirit. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്ന് അവിടെ പറയുന്നു. But when Peter went to Cornelius' home, before they got baptized, God filled them with the Holy Spirit. എന്നാൽ ഈ പറഞ്ഞ പത്രോസ് അവിടെ കൊർണേലിയസിന്റെ ഭവനത്തിൽ ചെന്നപ്പോഴെന്താണ്, ആ സ്നാനം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അവിടെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. And then Peter baptized them because they were filled with the Holy Spirit. അപ്പൊ അവിടെ അവരെ സ്നാനപ്പെടുന്നതിന് മുമ്പേ തന്നെ അവിടെ പരിശുദ്ധാത്മാ അഭിഷേകം അവർക്ക് ലഭിക്കുകയാണ്. They were surprised. അവർക്കത് വലിയ അത്ഭുതമായി പോയി, അതെങ്ങനെ സംഭവിക്കുന്നു. But because God filled them with the Holy Spirit, they gave baptism to them. എന്നാല് ദൈവം അവർക്ക് അങ്ങനെ പരിശുദ്ധാത്മാ അഭിഷേകം കൊടുത്തത് കൊണ്ട് തന്നെ അക്കാരണത്താൽ അവർക്ക് സ്നാനം കൊടുക്കാൻ അവർ തയ്യാറാണ്. Anita, please read chapter 11 verse 17 and 18. 11-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. Let me explain this. This is very important for you to understand. ഇത് നമ്മളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ വിശദീകരിക്കാം. They thought only Jews could receive the gospel. They thought only Jews should be baptized. They thought only this was only for the Jewish people. യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണ് സുവിശേഷം, അവരെ മാത്രം സ്നാനപ്പെടുത്തിയാൽ മതി, അവർക്കുള്ളതാണ് സുവിശേഷം എന്നായിരുന്നു അന്ന് വരെ ഇവർ വിശ്വസിച്ചിരുന്നത്. And so when they questioned Peter, Peter doesn't say, well, they believed in the Lord Jesus, therefore I baptized them. Peter doesn't say that. അങ്ങനെ പത്രോസിന് ചോദ്യം നേരിട്ടപ്പോൾ പത്രോസ് ഉടനെ അവര് യേശുവിലെ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ അവരെ സ്നാനപ്പെടുത്തി എന്ന് പറയുന്നില്ല. What he said was, അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, God baptized them with the Holy Spirit. So if God baptized the Holy Spirit, who am I to oppose God? That's what Peter is saying. കർത്താവ് അവരെ പരിശുദ്ധാത്മാ സ്നാനം കൊടുത്തത് കൊണ്ട് പിന്നെ അതിന് മുന്നിൽ ഞാൻ എന്ത് തടസ്സം പറയാനാണ്, ഞാൻ അവർക്ക് അതുകൊണ്ട് സ്നാനം കൊടുത്തു. See, you will begin to see that till the chapter 15, they are still debating this. They had a conference in Jerusalem where all the leaders came. They still were not willing to accept. That is why the book of Galatians was also written by Paul later. 15-ാം അധ്യായം വരെയും ഇവര് യഹൂദർക്ക് പുറത്തേക്ക് സുവിശേഷം പോകേണ്ടതുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള തർക്കത്തിന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തന്നെയാണ് ഗലാത്യ ലേഖനത്തില് പൗലോസ് പറഞ്ഞു വരുന്നത്. See, what is the problem here? എന്താണ് ഇവിടുത്തെ പ്രശ്നം? The gospel would not have reached to you and me. It would have only been with the Jews. ആ ഒരു നിലപാട് തുടർന്നിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ആരും ഇന്ന് സുവിശേഷം കേൾക്കാൻ ഇടയാകില്ലായിരുന്നു. അത് അവിടെ കൊണ്ട് ഒതുങ്ങുമായിരുന്നു, യഹൂദർക്കിടയിൽ ഒതുങ്ങി പോകുമായിരുന്നു. What is the fourth point? 4-ാമത്തെ പോയിന്റ് എന്താണ്? God upsets our pattern. We are not in control. He is. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന എല്ലാ മാതൃകകളെയും ദൈവം തകർത്ത് കളയും. ദൈവത്തിൻ്റെതായ പദ്ധതിയിലാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. We have fixed ideas. We say it should happen like this, we should happen like that. God says no. I will determine, I will decide. I will do it in another way also. You have to obey me.
നമുക്ക് ഓരോന്നിനെ കുറിച്ചും ചില പ്രത്യേക മാതൃകകൾ നമ്മൾ ഉണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം പറയും അതല്ല, എന്റെ രീതി അങ്ങനെയല്ല, എനിക്ക് ഇങ്ങനെ വേണം എന്ന് ദൈവം നമ്മളെ കാണിച്ചു തരും. നമ്മുടെ പദ്ധതികളൊക്കെ തകർത്ത് കളയും. In chapter 6 they had a problem with food. 6-ാം അധ്യായത്തില് അവരുടെ ഇടയിലുള്ള ഒരു പ്രശ്നം അവിടെ പറയുന്നു. And Hellenistic Jews, Greek Jews and Hebrew Jews. അവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ട് തരം ഗ്രീക്കുകാരായ യഹൂദരും അല്ലെ എബ്രായരായ യഹൂദരും. Now we'll come back to this passage later, but God even uses that situation. ആ പാസേജിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ പറയട്ടെ, ആ ഒരു സാഹചര്യം ഇവിടെ ദൈവം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. God begins to use that also to bring delegation into the church. More people are delegated, more ministries are given, so that more people are serving in the church. ആ ഒരു സാഹചര്യത്തിലൂടെ ദൈവം കൂടുതൽ ആളുകൾക്ക് കൂടുതലായിട്ടുള്ള ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. കൂടുതൽ സ്ഥലങ്ങളിലേക്കും ആളുകളുടെ ഇടയിലേക്കും പോകുവാനുള്ള ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ദൈവം. The early church thought that only the Jews could have everything. ആദിമ സഭയുടെ ധാരണ എന്ന് പറയുന്നത് യഹൂദർക്ക് വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം എന്നായിരുന്നു. God has some favorites. ദൈവത്തിന് വളരെ ഇഷ്ടക്കാരായിട്ട് ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നായിരുന്നു അവരുടെ വിചാരം. You see, and they were not willing to let go of their ideas and move on. അങ്ങനെയുള്ള അവരുടെ ആ തെറ്റായ ധാരണകളിൽ നിന്നും പുറത്തു കിടക്കുവാൻ അവർക്ക് ആർക്കും മനസ്സുണ്ടായിരുന്നില്ല. But God broke through their ideas. എന്നാൽ ആ ധാരണകളെല്ലാം ഉടഞ്ഞെറിഞ്ഞു കളയുവാൻ ദൈവം അവരുടെ ഇടയിൽ ഇടപെട്ടു. Point number 5, and this is the last point. ഇന്നത്തെ അവസാനത്തെ പോയിന്റ് ആണ്, 5-ാമത്തെ പോയിന്റ്. They received a new identity. അവർക്കൊരു പുതിയ ഒരു വ്യക്തിത്വം അവരുടെ ദൈവം കൊടുക്കുകയാണ്. Look at chapter 11 verse 26. 11-ാം അധ്യായത്തിൽ 26-ാം വാക്യം നോക്കുക. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. Now we are so used to this word Christians, we don't understand why the word first came. അവിടെ എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്, ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് വന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവർക്കൊരു പുതിയൊരു പേര് അവിടെ കിട്ടുകയാണ്. അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ അന്നുവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. Today Christians means another religion, that's all. ഇന്നത്തെ കാലത്ത് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ മറ്റേതൊരു മതവും പോലെ ഒരു മതം മാത്രം. But the first time it was used as a name to ridicule, to make fun of this new group of people. എന്നാൽ അന്നത്തെ കാലത്ത് ആ ഒരു കൂട്ടരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വിളിയായിരുന്നു ക്രിസ്ത്യൻസ് എന്നുള്ള, ക്രിസ്ത്യാനികൾ. Because the word Christian means little Christ. കാരണം ആ ക്രിസ്ത്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം കുഞ്ഞ് ക്രിസ്തു എന്നുള്ളതാണ് എന്റെ അർത്ഥം. Think about it. Take a minute to think about it. ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് അതിനെ കുറിച്ച്, ആ അവസ്ഥയെ കുറിച്ച്. അന്നത്തെ why were they called little Christ? എന്താണ് കുഞ്ഞ് ക്രിസ്തു എന്ന് വിളിക്കാനുള്ള കാരണം എന്ന്? You know why? എന്തുകൊണ്ടാണ്? Because they so reflected Jesus. കാരണം അവരിലൂടെ യേശുവിന്റെ പ്രതിബിംബം കാണുവാൻ സാധിച്ചു. They forgave like Jesus forgave. യേശു എങ്ങനെ ക്ഷമിച്ചു അതുപോലെ ആ മനുഷ്യരെ ക്ഷമിച്ചു. Thief and praise even when he is being killed. Father, do not count this against them. കൊല്ലപ്പെടുന്ന വേളയിലും സ്തെഫാനോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്നെ കൊല്ലാനായിട്ട് കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കണക്കിടരുത് എന്ന് അവൻ പ്രാർത്ഥിച്ചു. When Peter and John were threatened, they came away, counting it a privilege to suffer for Jesus. പത്രോസും യോഹന്നാനെയും ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരെ എല്ലാം വലിച്ചെറിയുവാനായിട്ട് തയ്യാറാവുക. Secondly, so they were amazingly forgiving people. അവിടെ വളരെ അവിശ്വസനീയമായ രീതിയിൽ ജനങ്ങളോട് ക്ഷമിക്കുന്നതായി നമ്മൾ കാണുന്നു.
Secondly, they are a praying church. അവര് പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണെന്ന് നമുക്ക് കാണാം. You just go through, and I don't have time. There are so many verses, where it talks about them praying. And it is when they met for prayer, God led them to do various things. ആ സഭ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്. എപ്പോഴും പ്രാർത്ഥനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എല്ലാത്തിലേക്ക് കടന്നു വന്ന സമയമില്ല. ദൈവം അവരെ ആ പ്രാർത്ഥനയിലൂടെ ഒരുപാട് അവരെ വളർത്തി. When they are praying, they are filled with the Holy Spirit. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവെയാണ് പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞത്. When they got together as a church, the first church was formed, they began to pray after 3,000. അവര് ഒരു സഭയായിട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. When they went to the temple to pray, and that is how the man who was lame got healed. ആ മുടന്തനായ മനുഷ്യന് സൗഖ്യം ലഭിക്കുന്ന എങ്ങനെയാണ്? അവര് ടെമ്പിളിലേക്ക്, ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെല്ലുമ്പോൾ, when they came back after being threatened, they prayed and they filled with the Holy Spirit. അങ്ങനെ തിരിച്ചു വരവേ അവര് ഭീഷണിക്ക് മുന്നിൽ അവര് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. In chapter 6 verse 4, when they want to nominate new people, they prayed and they received from the Lord. അപ്പൊ അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് വേണ്ടി അവരുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയും അവര് ദൈവത്തെ സ്വീകരിക്കുകയും ചെയ്തു. Peter went to the rooftop to pray and God met with him. പത്രോസ് ആ മട്ടുപ്പാവിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. They were a praying church. അപ്പൊ ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ അതൊരു പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു എന്ന് കാണാം. Number 3, they were a caring church. They cared for one another. മൂന്നാമതായിട്ട് ആ സഭ എല്ലാവരെയും പരസ്പരം കരുതുന്ന ഒരു സഭയായിരുന്നു. It seems they took care of one another in such a way there was no one needy in their midst. ആ കരുതലിന്റെ കാര്യം പറയുമ്പോൾ അത് എത്രമാത്രം വലിയതാണെന്ന് മനസ്സിലാകുന്നത് അവിടെ ഒന്നിനും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും അവരുടെ ഇല്ലായിരുന്നു. They were also a growing church. They were growing. അതുപോലെ അത് അനുദിനം വളർന്ന് പന്തലിക്കുന്ന ഒരു സഭയായിരുന്നു. They were 120 at the beginning. അവര് 120 പേരായിരുന്നു തുടക്കത്തിലെങ്കിൽ they became 3,000. പെട്ടെന്ന് 3000 ആകുന്നു. They became 5,000. പിന്നീട് 5000 ആകുന്നു. God is adding, and the church is beginning to spread. ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകളെ സഭയോട് ദൈവം ചേർത്തുകൊണ്ടിരുന്നു. You see, when you look at the early church, ആദിമ സഭയെ നമ്മൾ നോക്കുമ്പോൾ they were not a perfect church, but അതൊരു പൂർണ്ണതയുള്ള സഭയല്ല. But God was in their midst. എന്നാൽ അവരുടെ മധ്യേ ദൈവം ഉണ്ടായിരുന്നു. They boldly spoke the word of God. അവർ ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. And they witnessed about the Lord wherever they went. അവർ പോയിടത്തൊക്കെയും യേശുക്രിസ്തുവിനെ സാക്ഷീകരിച്ചു. And when they were not doing what God wanted them to do, God sent situations which made them obey what God wanted them to do. ദൈവഹിത പ്രകാരമല്ലാത്ത കാര്യങ്ങളിലേക്ക് അവർ കടന്നപ്പോഴൊക്കെയും അവരുടെ മധ്യേ പ്രതിസന്ധികളെ കൊണ്ടുവന്ന് ദൈവികമായ പദ്ധതികളിലേക്ക് ദൈവം അവരെ തിരികെ കൊണ്ടുവന്നു. We also learned from the early church that God is the Lord of the church. If we remain with our own pattern and we say this is the way we do it, God will upset it. If we're not willing to listen to God, then we'll die as a church. But if we are willing to listen, God will upset our patterns and God will bring His will into the church. ആദിമസഭയിലെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടേതായ രീതികളെ പിന്തുടരാൻ ശ്രമിച്ചപ്പോഴൊക്കെയും ദൈവം അതിനെയൊക്കെയും തകർത്തിട്ട് ദൈവികമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനായിട്ട് അവരെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. We are Christians, which means we are little Christ to represent Jesus in the society. നമ്മള് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം ഈ സമൂഹത്തിലെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായ കുഞ്ഞ് ക്രിസ്തുമാരാണ് നമ്മൾ ഓരോരുത്തരും. We have to be people who forgive. നമുക്ക് ആളുകളോട് ക്ഷമിക്കണം. Praying, we need to be a church that prays. നമ്മള് പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിരിക്കണം. We need to be a church that cares for one another. മറ്റുള്ളവരെ കരുതുന്ന ഒരു സഭയാണ് നമ്മൾ. We need to be a church that grows. അതുപോലെ വളരുന്ന ഒരു സഭയായിരിക്കണം നമ്മൾ. Let us ask ourselves, are we those who carry these marks that we find in the early church?
ഈ ആദിമസഭയുടേതായി ഇപ്പോൾ പറഞ്ഞു കേട്ടതായി ഈ അടയാളങ്ങള് വഹിക്കുന്ന ഒരു സഭയാണോ നമ്മളെന്ന് നമ്മളോട് ചോദിക്കാം. In the days to come, in the post-COVID time, God is calling us to be ready for all that He has in store for us. വരുവാനുള്ള ദിവസങ്ങളിൽ ഈ മഹാമാരി, കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ ഈ ദൗത്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. Next week, we are going to see from the book of Acts, the absolute necessity of God, Holy Spirit, for the life of the church and life of each one of us. അടുത്ത ആഴ്ചയില് നമ്മള് ഈ അപ്പോസ്തല പ്രവൃത്തികളിലൂടെ കടന്ന് വീണ്ടും പോകുമ്പോൾ നമ്മൾ കൂടുതലായ ആഴത്തില് പരിശുദ്ധാത്മാവിന്റെ ആ നിറവിന്റെ ആവശ്യം അത് എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്നുള്ള വിഷയമായിരിക്കും നാം കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. So please read through the book of Acts again before we come next week. അതുകൊണ്ട് അടുത്ത ആഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ അതിന് മുൻപേ തന്നെയായിട്ട് നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തികൾ ആഴമായിട്ടൊന്ന് വായിച്ചിട്ട് വരുന്നത് നന്നായിരിക്കും. May God bless us to be ready for all that God has in store for us. നമുക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.